ഈ ലിപ്സ്റ്റിക്കും അതുപോലെ നെയിൽ പോളിഷൊക്കെ ക്യാൻസറിന് കാരണമാവോ? ടെക്നിക്കലി നോ, ഡയറക്റ്റ്ലി നോക്കുകയാണെങ്കിൽ ഇല്ല. പക്ഷേ അതിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽസ് അഗൈൻ നമ്മളിപ്പോൾ മറ്റേ ഫുഡിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ നമ്മൾ എന്ത് കെമിക്കൽസ് ആണോ യൂസ് ചെയ്യുന്നത്, ചില കോമ്പൗണ്ട്സ് ഡേഞ്ചറസ് ആണ്. ഇപ്പോൾ WHO ഒരു ലിസ്റ്റ് ഉണ്ട് ഏതൊക്കെയാണ് ക്യാൻസർ കോസിങ് ഏജൻസ് എന്നുള്ളത്. അതിപ്പോൾ ലിപ്സ്റ്റിക്കിലും നെയിൽ പോളിഷിലും ഇപ്പോൾ ചീപ്പ് ബ്രാൻഡ്സിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവരത് യൂസ് ചെയ്യേണ്ട, അവർക്കൊരു ക്വാളിറ്റി കൺട്രോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുണ്ടെങ്കിൽ നിങ്ങൾ കോൺസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യണം, കുറേ കാലം യൂസ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ വരാം. അപ്പോൾ തിയററ്റിക്കലി ഇറ്റ്സ് പോസിബിൾ, പക്ഷേ പ്രാക്ടിക്കലി ഉണ്ടാവുണ്ടോ എന്നുള്ളത് ഇസ് എ ഡിഫറെൻറ്റ് ഇഷ്യൂ. ബട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിന് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ടു പ്രൊവൈഡ് സേഫ് പ്രോഡക്ട്സ് ടു അവർ. അതിപ്പോൾ ചില നേരത്തെ ചില കെമിക്കൽസ് ഇപ്പോൾ ടോയ്സിൽ വരുന്നത്, അതിൽ യൂസ് ചെയ്യുന്ന പെയിൻറ്റ് അത് ചിൽഡ്രന് സേഫ് ആയിരിക്കണം. അല്ലാതെ അവർ അതിലിപ്പോൾ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള കെമിക്കൽസ് യൂസ് ചെയ്തിട്ട് പെയിൻറ്റിങ്ങിന് യൂസ് ചെയ്തിട്ട് പിള്ളേർക്ക് ക്യാൻസർ വന്നു എന്ന് പറഞ്ഞതിൻ്റെ ഇതില്ല. ദാറ്റ് ആ ഇതിലാണ് ശരിക്കും ഗവൺമെൻറ് റെസ്പോൺസ്. നമുക്കതൊരു ഹോസ്പിറ്റലിനോ ഒരു ഡോക്ടറിനോ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ടെസ്റ്റ് ചെയ്യാൻ, കോമ്പൗണ്ട്സ് യൂസ് ചെയ്യാൻ നമുക്കൊരു ഇതില്ല. ഇപ്പോൾ ഇസ് ദ ലിപ്സ്റ്റിക് യുവർ വൈഫ് ഇസ് യൂസിങ്, അല്ലെങ്കിൽ ഇസ് ദ ടോയ് യുവർ ചൈൽഡ് ഇസ് യൂസിങ്, അതിൽ സേഫ് ആണോ അല്ലെങ്കിൽ ആരും നോക്കണ്ടേ? നമുക്ക് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുമോ? 3 ആവശ്യം കൊടുത്തിട്ട് ഇല്ല. സോ അവിടെയാണ് ഗവൺമെൻറ് നമുക്ക് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് സേഫ് ആണോ അത് ചെക്ക് ചെയ്യുക, അതിന് റൂൾസ് ഉണ്ടാക്കുക. അപ്പോൾ ദാറ്റ് ഇസ് ദ. അപ്പോൾ ആണോ ലിപ്സ്റ്റിക് ഉണ്ടാക്കോ? തിയററ്റിക്കലി പോസിബിൾ ആണ്. കെമിക്കൽസ് ബാഡ് ആണെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവാം. ബട്ട് ഡയറക്റ്റ്ലി ഇപ്പോൾ നമ്മളൊരു ആവറേജ് ലിപ്സ്റ്റിക്കോ നെയിൽ പോളിഷ് യൂസ് ചെയ്തുകൊണ്ട് ക്യാൻസർ വരണമെന്നില്ല. ഓക്കെ.